കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ ലഭിച്ച ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തീർത്തും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഹോസ്റ്റൽ മെസ്സുള്ളത്. ഹോസ്റ്റലിന്റെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ 10 മീറ്റർ പോലും ദൂരമില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പരിശോധന നടത്താൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. 4 ദിവസം മുമ്പിട്ട് നമ്മുടെ കോളേജ് ഫുഡിൻ്റെ ഭക്ഷണത്തിൽ നമുക്ക് പഴുതാര കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൽ അതോറിറ്റിക്കിനൊക്കെ നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു റെസ്പോൺസ് നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അവസാനം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഇൻസ്പെക്ഷൻ വരുമെന്ന്. അങ്ങനെ തിങ്കളാഴ്ച 11 മണിക്ക് ഫുഡ് ഇൻസ്പെക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 മണി വരെ ഒരാളും വന്നിട്ടില്ല. ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസ് നമുക്ക് മെയിൽ അതോറിറ്റിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കുട്ടികൾക്കും എല്ലാവർക്കും കൂടി നിൽക്കാനുള്ളൊരു ഗവൺമെൻറ് ഹോസ്റ്റലാണ് ഇത്. അപ്പോൾ ഇവിടെ 700ഓളം പേർക്കുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സെപ്റ്റിക് ടാങ്ക് പോലും ഇല്ല. ഇത് എന്നിട്ട് ചോർന്ന് ഒലിക്കുകയാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയിട്ട് ചോർന്ന് ഒലിക്കുകയാണ്. ഇത് ഇന്നേ വരെ അതിനൊരു പെർമനന്റ് സൊല്യൂഷന് നടപടി സ്വീകരിച്ചിട്ടില്ല. 700ഓളം കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ആകെയുള്ളത് 2 സെപ്റ്റിക് ടാങ്കുകൾ മാത്രം. മലിനജലം നിറഞ്ഞൊഴുകുന്നത് പതിവാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒഴുകുന്നത് കാരണം 9 മുറികൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഹോസ്റ്റലിന്റെ മേൽക്കൂര ഉൾപ്പെടെ പൊട്ടിത്തുടങ്ങിയ നിലയിലാണ്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് മുറിയിലെ സീലിംഗ് അടർന്നു വീണിരുന്നു. അന്ന് ക്ലാസ് നടക്കാത്തതിനാൽ ഒഴിവായത് വലിയ അപകടം. ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി വിദ്യാർത്ഥികൾ സമരത്തിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.